കേരളത്തിൽ എവിടെയും കാണാത്ത ഒരു ഐറ്റമായിട്ടാണ് സായൂസ് വ്ലോഗ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. മുള കൊണ്ടുണ്ടാക്കിയ പീരങ്കി, ദ ബാംബൂ കാനോൺ. എന്നാൽ പിന്നെ ഈ ഒരു ഐറ്റം ഉണ്ടാക്കണത് കണ്ടാല 25 വർഷത്തിലേറെയായി ഓരോ വിഷുവേലയ്ക്ക് ഞങ്ങളുടെ നാട്ടിൽ ഈ ഒരു ഐറ്റം ഞങ്ങൾ പൊട്ടിക്കാറുണ്ട്. ഇത് നമ്മുടെ ചിറ്റൂർ വടക്കത്രയിലെ സീഗിൾസ് ക്ലബ്ബിലെ മച്ചാന്മാരുടെ ഒരു ഐറ്റമാണ്. നല്ല കനത്തിലുള്ള പച്ചമുള വെട്ടിമാറ്റി അതിന് ഏകദേശം 8 അടി നീളത്തിൽ നമ്മൾ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളു മൊത്തം കുത്തിപ്പൊള്ളിച്ച് ഒരു ഭാഗം മാത്രം നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്ത് നിർത്തും. ഇന്നത്തെ നമ്മുടെ പ്ലാന് 4 ബാരലുള്ള ഒരു വലിയ പീരങ്കിയാണ് കേട്ടോ. തലേദിവസം വെള്ളത്തിൽ മുക്കിയിട്ട നനഞ്ഞ ചൂടി കയറി ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് വലിഞ്ഞു മുറുക്കി കെട്ടണം. ഇതത്ര നിസ്സാര പരിപാടിയില്ല കേട്ടോ. ഒരു ടീമിൻ്റെ ഒരു ദിവസത്തെ അധ്വാനം കൂടിയാണ്. ഒരു കൈവണ്ടിയിൽ 4 വരിയായിട്ട് നമ്മുടെ പീരങ്കി അങ്ങോട്ട് സെറ്റ് ചെയ്യും. വണ്ടി സെറ്റ് ചെയ്ത പീരങ്കിയിൽ പാടത്തുനിന്ന് കോരിക്കൊണ്ടുവന്ന് നല്ല നനഞ്ഞ ചളി കൊണ്ട് പൊതിയും. ഇത് എന്തിനാ ചെയ്യണമെന്ന് വെച്ചാൽ പീരങ്കി കിടന്ന് പൊട്ടുന്ന സമയത്ത് അത് എയറിൽ പോവാതിരിക്കാനാ. വേപ്പലയും കൊണ്ടൊന്നും പൊതിഞ്ഞും കൊണ്ട് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ പീരങ്കി ഒന്ന് ഫിനിഷ് ആവും. ഇവിടെ കൊണ്ടൊന്നും തീർന്നിട്ടില്ല കേട്ടോ. ഇനിയാണ് മെയിൻ പരിപാടികളുള്ളത്. അടഞ്ഞ ഭാഗത്തിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ദ്വാരം ഉണ്ടാക്കിയിട്ട് 1 ലിറ്റർ മണ്ണെണ്ണ അങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് കുറച്ച് പെട്രോളും കൊണ്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ആദ്യത്തെ അടിഭാഗം ഒന്ന് തീ കാണിച്ച് ചൂടാക്കിയിട്ട് നല്ലോണം ഊതി കൊടുക്കണം. അങ്ങനെ ചൂടോടെ ശക്തിയായി ഊതുമ്പോൾ അതിലൂടെ വരുന്ന പെട്രോളിൻ്റെയും മണ്ണെണ്ണയും ഗ്യാസിൽ ഒരു കൊള്ളിയിൽ തീ കാണിച്ചൊന്ന് വെച്ച് നോക്കിയാൽ മതി എൻ്റെ മോനെ. നിങ്ങളുണ്ടാക്കണ മിക്സിങ്ങിൻ്റെ കനം പോലെ ഉണ്ടാവും പീരങ്കി പൊട്ടണ പവർ. അപ്പോൾ നമ്മുടെ നാടൻ AK-47 ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഡിങ്കിരി പട്ടാളത്തിൻ്റെ റോഡ് ഷോ ഒന്ന് കണ്ടല്ലോ.